അവ യഹൂദികളെല്ലാം അവർ നോമ്പനുഷ്ഠിക്കുന്നതായി ആശുറായിന്റെ ദിവസം നോമ്പനുഷ്ഠിക്കുന്നതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. ഫസുഇലു അൻ ദാലിക്. അപ്പോൾ റസൂൽ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇന്നേ ദിവസം നോമ്പനുഷ്ഠിക്കുന്നത്? ഫഖാലു ഹാദൽ യൗമ അല്ലദീ അദ്ഹറ അല്ലാഹു ഫീഹി മൂസ. ഇന്നേ ദിവസമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളെയും രക്ഷപ്പെടുത്തിയ ദിവസമാണ് ഇന്നേ ദിവസം. അതുകൊണ്ടാണ് അതിനെ തഅദീമൻ ലഹു, അതിനുള്ള നന്ദി എന്നോണം ആണ് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് അവർ മറുപടി പറയുകയുണ്ടായി. അപ്പോൾ റസൂൽ പറഞ്ഞു, ഫനഹ്നു ഔലാ ബിമൂസാ മിൻകും, നിങ്ങളെക്കാൾ ഏറ്റവും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അർഹതപ്പെട്ടവർ ഞങ്ങളാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സഹാബാക്കളെയും വിളിച്ചുകൊണ്ട് ഫഅമറ ബിസിയാമി, നോമ്പ് നിർബന്ധമായി അനുഷ്ഠിക്കണമെന്ന് സഹാബാക്കളോട് പറയുന്നുണ്ട്. ഏത് ആശുറായിന്റെ നോമ്പ്, അന്നേ ദിവസം നോമ്പ് നിർബന്ധമായിരുന്നു. എല്ലാ ആശുറായും അവർ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. ബഅദ വുജൂബി സിയാമി റമളാൻ, പിന്നെ മൂന്നാമത്തെ മർഹല എന്ന് പറയുന്നത് റമളാൻ മാസം നോമ്പ് അനുഷ്ഠിക്കണമെന്ന നിർബന്ധമായ വിധി. ആ വിധി വന്നതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ സഹാബാക്കളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മൻ സാമഹു മൻ ശാഅ സാമ വമൻ ശാഅ തറക. നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോമ്പ് അനുഷ്ഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിക്കുകയും ചെയ്യാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഹദീസിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, ഈ ആശുറായിന്റെ നോമ്പിന്റെ പ്രത്യേകത എന്താണ്? കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം അള്ളാഹു മാപ്പാക്കുന്നതാണ്. അതുപോലെ റസൂൽ പറയുന്നുണ്ട്, ഈ ഇന്ന് നോമ്പ് നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചു, ഇതിന്റെ പവിത്രത എന്താണ്, ഇതിന്റെ ശ്രേഷ്ഠത എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഇനിയൊരു വർഷം കൂടി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ 9 നോമ്പ് അനുഷ്ഠിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പവിത്രതയെയും ഈ മഹാത്മ്യത്തെയും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്താണെന്ന് വെച്ചാൽ, ഈ മുഹറം മാസം ആയിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഈ മുഹറം മാസത്തെ കുറിച്ച് പറയാറുള്ള ഒരു സംഗതിയുണ്ട്. എന്താണെന്നറിയോ? ഈ മുഹറം മാസത്തിൽ നിങ്ങൾ വീട് വെക്കാൻ പാടില്ല, ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല, ഇത് നഹ്സാണ് എന്ന് പ്രചരിപ്പിക്കുന്ന പല പണ്ഡിതന്മാരെ നമുക്ക് കാണാം. അവരുടെ കലണ്ടറുകളിലെല്ലാം ഈ മുഹറം മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നഹ്സ് എന്ന് രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഒരു കിതാബുകളിലോ ഒരു ഗ്രന്ഥങ്ങളിലോ നമുക്ക് ഇസ്ലാമിൽ ഇങ്ങനെ ഒരു വിശ്വാസം നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നതല്ല. ഇങ്ങനെ ഏത് ദിവസത്തിലും നിങ്ങൾക്ക് ഏത് നന്മയായ കാര്യങ്ങളും നിങ്ങൾക്ക് തുടക്കം കുറിക്കാവുന്നതാണ്. ഇന്ന മാസം ഇന്ന ദിവസം നിങ്ങൾക്ക് വളരെ മോശപ്പെട്ടതാണ്, നഹ്സാണ്, അതുകൊണ്ട് നിങ്ങൾ വീട് വെക്കരുത്, നിങ്ങൾ കല്യാണം നിക്കാഹ് കഴിക്കരുത്, നിങ്ങൾ ഒരു സംരംഭങ്ങളും തുടക്കം കുറിക്കരുത്, നിങ്ങൾ വിവാഹം ചെയ്യരുത്, നിങ്ങൾ ബിസിനസ് തുടങ്ങരുത്, ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു പണ്ഡിത സമൂഹം നമ്മുടെ കേരളത്തിലുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ബിദ്അത്തുകളാണ്, ഇതെല്ലാം ശർഈ വിശ്വാസങ്ങളാണ്, അതിൽ നിന്ന് കടന്നുകൂടിയതാണ് ഈ ഖുറാഫാത്തുകളെയും ഈ ബിദ്അത്തുകളെയും ഈ